ഡിജിറ്റൽ ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനവും ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. കർഷകർക്ക് മൃഗാശുപത്രികളുടെ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുവാൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയവ ഈ പദ്ധതി പ്രകാരം സാധ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ OP സംവിധാനം, ലാബ് റിപ്പോർട്ടുകൾ ഇതൊക്കെ ലഭ്യമാക്കൽ പോലുള്ള സൗകര്യങ്ങളും ഇതുവഴി ഒരുങ്ങാൻ പോവുകയാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കർഷകർക്ക് ചികിത്സാ സേവനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ, അരിമ മൃഗങ്ങളുടെ വാക്സിനേഷൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇന്ന് അതോടൊപ്പം തന്നെ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലിലും നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള നിർദ്ദേശം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജന്തുരോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മൃഗചികിത്സയോടൊപ്പം രോഗപ്രതിരോധത്തിനും മൃഗസംരക്ഷണ വകുപ്പ് അതീവ പ്രാധാന്യം ഇന്ന് നൽകുന്നുണ്ട്. കുളമ്പ് രോഗത്തിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് കഴിഞ്ഞ 20 വർഷമായി വിവിധ തവണകളിലായി നമ്മൾ നടത്തി വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബ്രൂസല്ലോസിസ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം 86,077 കന്നുകുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളും നമ്മൾ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പന്നിപ്പനി പ്രതിരോധ കുത്തിവയ്പ് നമ്മൾ ഇതിനകം നടത്തി. ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തി. ആടുവസന്ത പ്രതിരോധ കുത്തിവയ്പ്, അങ്ങനെ ജന്തുരോഗവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിരവധി കുത്തിവയ്പ്പുകൾ സമയബന്ധിതമായി നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഫാം ലൈസൻസിങ് ഇവിടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ഇവിടെ സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA മാർ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. സാധാരണക്കാർക്കും നമുക്കറിയാം, ഇത്ര പശുക്കളെ 5 പശുക്കളെ വരെ മുമ്പ് വളർത്തണമെന്നുണ്ടെങ്കിൽ ഫാം ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇളവ് വന്നിട്ടുണ്ട്. 10 പശുക്കളെ വരെ വളർത്തുവാൻ പറ്റാവുന്ന സംവിധാനം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ 50-ൽ താഴെ ആടുകളെ വളർത്തുന്ന ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമില്ല. അതിനകത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ 1962 കോൾ സെൻറ്റർ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സംവിധാനം ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഇതിനകം തന്നെ നമ്മുടെ കർഷകൻ 1962 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ എല്ലാ ബ്ലോക്കുകളിലും നമുക്ക് ആംബുലൻസ് സർവീസ് ഇപ്പോൾ ഏർപ്പെടുത്താൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി 29 ആംബുലൻസുകൾ ഞങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഉള്ള കുറച്ചധികം ആംബുലൻസുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത മാസം 15-ന് മുമ്പ് തന്നെ അത് കേരളത്തിലെ ബാക്കിയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എത്തിക്കാം. ഇത്തവണയും കുറേയധികം നമുക്കറിയാം, ബാക്കിയുള്ള ബ്ലോക്കുകളിൽ കൂടി തികയാത്ത 152 ബ്ലോക്കുകളാണ് കേരളത്തിലുള്ളത്. ഇത്തവണ വന്ന കുറച്ച് യൂണിറ്റുകൾ മാത്രമേ നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളൂ. അതും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് വളരെ അടിയന്തരമായിട്ട് തന്നെ ഈ മൊബൈൽ വെറ്റിനറി സേവനം നടപ്പിലാക്കിക്കൊണ്ട് കർഷകൻ്റെ വീട്ടുമുറ്റത്ത് സേവനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളും സ്ഥാപിതമാക്കുവാൻ സാധിക്കും. പ്രത്യേക കന്നുകുട്ടി പരിപാലനം ഇവിടെ സംസാരിച്ച MLA മാർ സൂചിപ്പിച്ചു. അത് വളരെ കൃത്യമായ നിലയിൽ നടപ്പിലാക്കണം, അതിൻ്റെ പണം വർദ്ധിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം, 4 മാസം മുതൽ ഏകദേശം പശുവിൻ്റെ പ്രസവം വരെ പശുക്കൾക്ക് തീറ്റയിൽ സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി. ഇത്തവണ നമ്മൾ ആ പദ്ധതി 126 കോടി രൂപയാണ് 26 കോടി രൂപയാണ് നമ്മൾ അതിന് വേണ്ടി 126.56 കോടി രൂപയാണ് ഇതിനകം ചെലവഴിച്ചിരിക്കുന്നത്. ഏകദേശം 15,79,077 കന്നുകുട്ടികൾക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ആ 12,500 എന്നുള്ളത് 30,000 ആക്കി വർദ്ധിപ്പിക്കുവാൻ നമ്മളിപ്പോൾ പ്രപ്പോസലുകൾ കൊടുത്തിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചുമതലകളിൽ ഒന്ന് നമുക്കറിയാം, മരുന്ന് വാങ്ങലാണ്. അത് നമ്മൾ കൃത്യമായ നിലയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മരുന്നുകൾ വാങ്ങുന്നതിന് 5,76,00,000 രൂപയുടെ ഭരണാനുമതി ലഭ്യമായത് പ്രകാരം ഈ സാമ്പത്തിക വർഷം